പഠിക്കാനോ ജോലിക്കോ പോയിട്ടുള്ള മലയാളികൾക്കും ഇനി കാനഡയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാനഡയിൽ നിന്ന് ഇന്ത്യക്കാരെ വലിയ രീതിയിൽ പുറത്താക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചർച്ചയാക്കുന്നത്. 2026 ആദ്യ 6 മാസങ്ങളിൽ മാത്രം 3323 ഇന്ത്യൻ പൗരന്മാരെ കാനഡയിൽ നിന്നും നീക്കം ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വലിയ വർധനവാണ്. അതേസമയം 7600-ലധികം ഇന്ത്യക്കാർ കാനഡയുടെ ലിസ്റ്റിൽ ഉണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തുകൊണ്ടാണ് കാനഡയിൽ ഇപ്പോൾ ഇമിഗ്രേഷൻ നിയമങ്ങൾ ഇത്രയും കർശനമായി നടപ്പിലാക്കുന്നത്? എന്തൊക്കെ കാരണങ്ങളാണ് വിദ്യാർത്ഥികളെയും താൽക്കാലിക ജീവനക്കാരെയും രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ ഇടയാക്കുന്നത്? കാനഡയിലുള്ള മലയാളികൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം ഈ ഡീപ്പോർട്ടേഷൻ കണക്കുകൾ തന്നെ പരിശോധിക്കാം. കാനഡ ബോർഡർ സർവീസ് ഏജൻസിയായ CBSAയുടെ കണക്കുകൾ പ്രകാരം 2020-ൽ 1424 ഇന്ത്യൻ പൗരന്മാരെയാണ് കാനഡയിൽ നിന്നും നീക്കം ചെയ്തത്. 2021-ൽ ഇത് 603 കുറഞ്ഞു. 2022-ൽ ഇത് 786 വീണ്ടും ഉയർന്നു. 2023-ൽ ഇത് 1132 കൂടി. 2024-ൽ ഇത് 2004 വീണ്ടും ഉയർന്നു. 2025-ലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇത് 3779 വീണ്ടും ഉയർന്നു. എന്നാൽ 2026 ജനുവരി മുതൽ ജൂൺ വരെയുള്ള ആദ്യ 6 മാസത്തിൽ തന്നെ 3323 എന്ന കണക്കിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവൻ നടന്ന നീക്കങ്ങളുടെയും വലിയൊരു ഭാഗം ഈ വർഷം ആദ്യ പകുതിയിൽ തന്നെ നടന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. കാനഡയിൽ നിന്നും ഒരാളെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണം ഓരോ വ്യക്തിയുടെയും കേസിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് എല്ലാ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ജോലിക്കാരെയും ഒരേ കാരണത്താലാണ് പുറത്താക്കുന്നത് എന്ന് കരുതരുത്. ഇനി സാധാരണയായി റിമൂവൽ നടപടികളിലേക്ക് നയിച്ചേക്കാവുന്ന പ്രധാന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ഇമിഗ്രേഷൻ നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ജോലി ചെയ്യുക, പഠനവുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ പാലിക്കാതെ ഇരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രശ്നമായേക്കാം. ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിരിക്കുന്ന ജോലി സമയപരിധി കൃത്യമായി പാലിക്കണം. പെർമിറ്റിൽ പറയുന്ന നിബന്ധനകൾ ലംഘിച്ചാൽ ഭാവിയിലെ ഇമിഗ്രേഷൻ അപേക്ഷകളെയും അത് ബാധിച്ചേക്കാം. രണ്ടാമതായി പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടും നിയമപരമായ സ്റ്റേറ്റസ് ഇല്ലാതെ കാനഡയിൽ തുടരുന്നത്. നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ്, വർക്ക് പെർമിറ്റ്, PGWP തുടങ്ങിയ രേഖകളുടെ എക്സ്പയറി ഡേറ്റ് കൃത്യമായി ശ്രദ്ധിക്കണം. കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റസിലേക്ക് മാറേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതിനുള്ള മറുപടികൾ സമയത്ത് തന്നെ ചെയ്തു തീർക്കണം. കാലാവധി കഴിഞ്ഞിട്ട് പിന്നീട് നോക്കാം എന്ന സമീപനം വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും. മൂന്നാമതായി വ്യാജരേഖകളാണ്. കാനഡയിലേക്ക് പോകുന്നതിനായി വ്യാജ അഡ്മിഷൻ ലെറ്റർ, വ്യാജ ബാങ്ക് സെറ്റിൽമെന്റ്, വ്യാജ വർക്ക് എക്സ്പീരിയൻസ്, വ്യാജ LMIA തുടങ്ങിയ രേഖകൾ ഉപയോഗിക്കുന്നത് വളരെ ഗുരുതരമായ വിഷയമാണ്. ചില ഏജന്റുമാർ ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണെന്ന രീതിയിൽ പറഞ്ഞ് വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം. അത്തരം വാഗ്ദാനങ്ങളിൽ ഒരിക്കലും വീഴരുത്. നിങ്ങളുടെ പേരിൽ സമർപ്പിക്കുന്ന ഓരോ രേഖയും യഥാർത്ഥമാണെന്ന് ഉറപ്പുവരുത്തുക. നാലാമതായി അസൈലം അഥവാ റെഫ്യൂജി ക്ലെയിം ആണ്. കാനഡയിൽ എത്തിയ ശേഷം ചിലർ റെഫ്യൂജി പ്രൊട്ടക്ഷന് അപേക്ഷ നൽകാറുണ്ട്. എന്നാൽ എല്ലാ അസൈലം അപേക്ഷകളും അംഗീകരിക്കപ്പെടില്ല. അപേക്ഷ നിരസിക്കപ്പെടുകയും മറ്റ് നിയമപരമായ മാർഗങ്ങൾ അവസാനിക്കുകയും ചെയ്താൽ റിമൂവൽ നടപടികൾ നേരിടേണ്ടി വരാം. അതുകൊണ്ട് അസൈലം ഒരു PR നേടാനുള്ള എളുപ്പ വഴിയായി ഒരിക്കലും കാണരുത്. ഇനി കാനഡയുടെ ഇപ്പോഴത്തെ ഇമിഗ്രേഷൻ നയത്തിലെ വലിയ മാറ്റം കൂടി മനസ്സിലാക്കണം. കാനഡ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ടെമ്പററി റെസിഡന്റിന്റെ എണ്ണം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, ടെമ്പററി വർക്കേഴ്സ് തുടങ്ങിയ വിഭാഗങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി പല പുതിയ നടപടികളും കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റഡി പെർമിറ്റുകൾക്ക് നിയന്ത്രണങ്ങൾ, ചില വിഭാഗങ്ങളിലെ വർക്ക് പെർമിറ്റ് യോഗ്യതാ മാറ്റങ്ങൾ, സ്റ്റുഡന്റ് ഹൗസിംഗും തൊഴിൽ വിപണിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ എന്നിവയെല്ലാം ഇതിന് പിന്നിലുണ്ട്. ഇതിന്റെ ഫലമായി കാനഡയിലുള്ള ടെമ്പററി റെസിഡൻസ് കൂടുതൽ കർശനമായ പരിശോധനകൾ നേരിടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ കാനഡയിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളും ജോലി ചെയ്യുന്നവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇനി നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്നാമതായി നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ്, വർക്ക് പെർമിറ്റ്, PGWP തുടങ്ങിയ രേഖകളുടെ എക്സ്പയറി ഡേറ്റ് എപ്പോഴാണെന്ന് കൃത്യമായി പരിശോധിക്കുക. രണ്ടാമതായി വിദ്യാർത്ഥികൾ അവരുടെ പഠന സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ നിബന്ധനകളും പാലിക്കുക. ക്ലാസുകൾ, എൻറോൾമെന്റ് സ്റ്റേറ്റസ്, അക്കാഡമിക് റിക്വയർമെന്റ് തുടങ്ങിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കുക. മൂന്നാമതായി അനുവദിച്ചിരിക്കുന്ന ജോലി സമയപരിധി കൃത്യമായി പാലിക്കുക.
കൂടുതൽ പണം സമ്പാദിക്കാനുള്ള ശ്രമത്തിൽ നിയമപരമായി അനുവദിച്ചിരിക്കുന്ന പരിധി മറികടക്കരുത്. നാലാമതായി, നിങ്ങളുടെ പേരിൽ സമർപ്പിക്കുന്ന എല്ലാ ഇമിഗ്രേഷൻ ഡോക്യുമെന്റ്സും യഥാർത്ഥമാണെന്ന് ഉറപ്പാക്കുക. ഏജന്റിനെ വിശ്വസിച്ച് രേഖകൾ പരിശോധിക്കാതെ ഒപ്പിടുകയോ സമർപ്പിക്കുകയോ ചെയ്യരുത്. അഞ്ചാമതായി, നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ ക്വാളിഫൈഡ് കനേഡിയൻ ഇമിഗ്രേഷൻ ലോയർ അല്ലെങ്കിൽ ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ പ്രൊഫഷണലിന്റെ സഹായം തേടുക. ഒരു സുഹൃത്ത് പറഞ്ഞതോ സോഷ്യൽ മീഡിയയിൽ കണ്ടതോ മാത്രം വിശ്വസിച്ച് ഇമിഗ്രേഷൻ തീരുമാനങ്ങൾ എടുക്കരുത്. ഇനി കാനഡയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരും ഒരു കാര്യം മനസ്സിലാക്കണം. കാനഡയിലേക്ക് പോകുന്നത് മാത്രം കൊണ്ട് PR ഉറപ്പില്ല. ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു എന്നതുകൊണ്ടും ഭാവിയിൽ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസ് ഉറപ്പാകില്ല. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, ജോലി സാധ്യത, ഇമിഗ്രേഷൻ എലിജിബിലിറ്റി, സാമ്പത്തിക സ്ഥിതി എന്നിവയെല്ലാം മുൻകൂട്ടി പരിശോധിക്കണം. പ്രത്യേകിച്ച് വലിയ വിദ്യാഭ്യാസ വായ്പയെടുത്ത് കാനഡയിലേക്ക് പോകുന്നവർ പഠനം കഴിഞ്ഞാൽ ജോലി ലഭിക്കുമോ, ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയുമോ, നിങ്ങളുടെ ഇമിഗ്രേഷൻ പാത്വേ ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ മുൻകൂട്ടി കണക്കാക്കണം. അതിനാൽ കാനഡയിൽ കഴിയുന്ന മലയാളികൾ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ നിയമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടത് മുൻപത്തേക്കാൾ പ്രധാനമാണ്. നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് നിയമപരമായി നിലനിർത്തുക, പെർമിറ്റുകളുടെ കാലാവധി ശ്രദ്ധിക്കുക, ജോലി പഠന നിബന്ധനകൾ പാലിക്കുക, വ്യാജരേഖകളിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കുക. ഇവയാണ് നിങ്ങളുടെ കാനഡ ജീവിതം സുരക്ഷിതമാക്കാനുള്ള പ്രധാന കാര്യങ്ങൾ. കാനഡ, അമേരിക്ക, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പുതിയ ഇമിഗ്രേഷൻ, വിസ, ജോലി വാർത്തകൾ കൃത്യമായി അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യുക.